അടുത്തതായി അവതാർ ഗോൾഡ് താരോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു വീണ നയിക്കുന്ന ടീമിനെ. വീണ, എന്താ ചേച്ചി? നമസ്കാരം. ആഹാ, നല്ല ഐശ്വര്യമായിട്ട് വന്നിരിക്കുന്നല്ലോ. താരോത്സവത്തിലെ പുതിയ 2 മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തു. ഒരാളെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിന്ധു ചേച്ചി. സ്വാഗതം. സിന്ധു ചേച്ചി, ഇത് ശരത് ഡാൻസറാണ്. നിരവധി ഷോസിലും ഒക്കെ ധാരാളം ഡാൻസ് ചെയ്തിട്ടുണ്ട്. ശരത്, താരോത്സവത്തിലേക്ക് സ്വാഗതം. പുതിയ ആളല്ലേ, അപ്പൊ പുതിയ പ്രതീക്ഷകളുള്ള ഒരാളാണ്. അതെ, പറയൂ. എന്തായാലും ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ഒരു റിയാലിറ്റി ഷോയിലെ ഒരു മെമ്പർ ആയതിൽ എനിക്ക് വളരെയധികം ഞാൻ ഹാപ്പിയാണ്. അതിൽ ഈശ്വരനോടും ബാക്കി എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും മുമ്പോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ശരത്തിന്റെ കരിയറിനും ജീവിതത്തിലും ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ താരോത്സവ വേദി സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിന്ധു ചേച്ചി, പറയൂ. എന്ത് പറയാ, ശരിക്കും താരോത്സവത്തില് ഇതിനു മുമ്പേ എത്തേണ്ട ആളായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും. കാരണം എന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ അംബാസിഡേഴ്സ് ആണ്. എനിക്ക് ഇതില് എത്താൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ മൂന്നാമത്തെ ഈ ഷോയിൽ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ വന്നതില് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വീണയുടെ ടീമിലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒരു സന്തോഷമുണ്ട്. വീണ, എന്താ ചേച്ചി? കഴിഞ്ഞ താരോത്സവ വേദികളില് വീണയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറവായിരുന്നു. സംഗീത ചേച്ചിയുടെ ടീമിൽ ഒതുങ്ങി ആ ചിറകിനടിയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു വീണയുടെ ഒരു ജോലി. ഇത്തവണ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഒരു ടീമിനെ ഒത്തുകൊണ്ടുപോകണം, ഒരുപാട് നല്ല പെർഫോമൻസുകൾ തരണം. തീർച്ചയായിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ ടീമിൻ്റെ മാക്സിമം എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ. യെസ്. ടീമിന് പേര് വേണം. തീർച്ചയായിട്ടും. ഐശ്വര്യമുള്ള പേര് വേണ്ടേ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ലോട്ട് എടുക്കാം. പറയൂ ലീഡർ, പറയൂ. ഐശ്വര്യമുള്ള പേര് ഐശ്വര്യ നല്ല റംബ. റംബ, type of ballroom dance mainly performed by Cuban people. Cuban people ഏതായാലും സെറ്റും മുണ്ട് കൊടുത്ത് വരാറില്ല. അല്ല, ഒരു വ്യത്യാസം ആയിക്കോട്ടെ, താരോത്സവം അല്ലേ. അതെ, വ്യത്യാസം ആയിക്കോട്ടെ. അപ്പോൾ സകല ഐശ്വര്യത്തോടും കൂടി നിങ്ങളുടെ ടീമിന്റെ പേര് പ്രേക്ഷകരോട് പറയൂ. പറയാം. റുംബ. Let's go. പേര് പറഞ്ഞു, നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു താരോത്സവത്തിൽ. ഇനി നമുക്കറിയേണ്ടത് അംബാസിഡറിന് എന്താണ് തോന്നുന്നതെന്നാണ്. അല്ല ചേച്ചി? യെസ്. വീണ ആദ്യം നീ താരോത്സവത്തിൽ ജോയിൻ ചെയ്തപ്പോൾ ആ ഷെഡ്യൂളിൽ വീണയ്ക്ക് നല്ലൊരു പേര് കിട്ടിയിരുന്നു. വീണ എന്ന ചുണക്കുട്ടീന്ന് ബ്ലെസ്സി സാറ് നൽകിയൊരു പേര്. ഈ ചുണക്കുട്ടിയുടെ അംബാസിഡർ ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ടീമിന് ഉണ്ടാവും. പിന്നെ നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടൊപ്പം എൻ്റെയും പ്രാർത്ഥന ഉണ്ടാവും. താങ്ക്സ് ചേച്ചി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.